ജാതി സത്യം ഇസം മിഥ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മതത്തിനോ ഇസത്തിനോ ജാതിയെ ഉല്ലംഘിക്കാൻ സാധ്യമല്ല. അത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ മതിലിൽ എന്ന് പറയുന്നൊരു വാർഡുണ്ട്. ആ വാർഡിൽ അജിത് അനന്തകൃഷ്ണനെയാണ് ഈ UDF ഘടകകക്ഷി ആയിട്ടുള്ള RSP സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ തീരുമാനിച്ചത്. ഷിബു ബേബി ജോണും പ്രേമേന്ദ്രനും ഒക്കെ നയിക്കുന്നതാണ് ഈ RSP. ഷിബു ബേബി ജോൺ പറഞ്ഞു അത് പറ്റില്ല, കാരണം അവിടെ 40% ക്രിസ്ത്യാനിമാരാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനിയെ തന്നെ നിർത്തണം. UDF വഴങ്ങി. അനന്തകൃഷ്ണൻ്റെ മകൻ അജിത്തിന് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത് ഷിബുവിൻ്റെ പിതാവായ ബേബി ജോണിനോടൊപ്പം RSPയിൽ പ്രവർത്തിച്ച് വന്നിരുന്നയാളാണ്. അപ്പോൾ എത്രമാത്രം RSPയുടെ ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കണം. ഈ അനന്തകൃഷ്ണൻ്റെ മകനും കുഞ്ഞുനാളിൽ മുതലേ RSPയുടെ കൊടി പിടിച്ചാണ് വളർന്നു വന്നത്. ഷിബുവിനോടൊപ്പവും അയാളും RSPയിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു. കാരണം ഇസത്തിനും അപ്പുറത്താണ് മതവും ജാതിയും എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ അജിത്ത് എന്ന് പറയുന്ന ഒരു വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടയാളാണ്. കൊല്ലം കോർപ്പറേഷനിൽ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരൊറ്റയാളിനെ പോലും ഒരു മുന്നണിയും സ്ഥാനാർത്ഥിയാക്കിയിട്ടുമില്ല. അപ്പോൾ ഇവിടെയെല്ലാം ജാതിയാണ് പ്രാധാന്യം. ജാതിക്കപ്പുറത്ത് ഇസങ്ങൾക്ക് യാതൊരു വിലയും ഇല്ല.